ചങ്ങായിമാരെ കുറെ കാലത്തിന് ശേഷം നമ്മളെ പ്ലാൻബാനി പിതാവ് പുതിയൊരു ഇന്റർവ്യൂ ആയിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. നമ്മളെ പ്ലാൻബാനി പിതാവിനെ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ലല്ലോ. റബ്ബറിന് വില കൂട്ടിക്കഴിഞ്ഞാല് നമ്മൾ BJPക്ക് വോട്ട് കൊടുക്കുന്ന പറഞ്ഞ ആളില്ലേ, ആ ചങ്ങായിയാണ് നമ്മളെ പ്ലാൻബാനി പിതാവ്. പക്ഷെ ഇപ്പോഴത്തെ പ്രത്യേക കാലാവസ്ഥ വെച്ചിട്ട് ഞാൻ വിചാരിച്ചു ഈ ഇന്റർവ്യൂവില് നമ്മളെ പ്ലാൻബാനി പിതാവ് BJPക്കെതിരെ ആഞ്ഞടിക്കുന്നു. പക്ഷെ എന്താ ചെയ്യാ, നമ്മളെ പ്ലാൻബാനി പിതാവിന്റെ മടിയിൽ നല്ല കനുണ്ട് തോന്നുന്നു. അതുകൊണ്ട് എന്നത്തെയും പോലെ ഈ വീഡിയോയിലും BJPക്കെതിരെ ഒരക്ഷരം നമ്മളെ പ്ലാൻബാനി പിതാവ് മിണ്ടിയില്ല. പക്ഷേ ഉണ്ടല്ല, നമ്മളെ പ്ലാൻബാനി പിതാവ് മുസ്ലിങ്ങളോടുള്ള ആ ദേഷ്യം ഉണ്ടല്ല, ആ ദേഷ്യം ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. എന്നാലും ഈ സമയത്തും ക്രിസ്മസിന്റെ ഈ സമയത്തും ക്രൈസ്തവർക്ക് നേരെ സംഘപരിവാർ അക്രമങ്ങൾ ഇന്ത്യയിൽ ഉടനീളം അഴിച്ചുവിടുന്ന ഈ സമയത്തും നമ്മളെ പ്ലാൻബാനി പിതാവ് BJPക്കാരെ കുറിച്ച് പറഞ്ഞ ആ മനോഹരമായ വാക്കുകളൊന്ന് കേട്ടിട്ട് വന്നാലോ. BJP ക്രൈസ്തവ കാൻഡിഡേറ്റ്സിനെ നിർത്തി എന്നുള്ളത് സത്യമാണ്. അഭൂതപൂർവമായ ഒരു എണ്ണം ഈ BJP കാൻഡിഡേറ്റ്സിൽ ക്രിസ്ത്യൻസിൽ വന്നത് ഞങ്ങളും ശ്രദ്ധിച്ചിരുന്നു. അത് അവരുടെ സഭ അവരോട് ആവശ്യപ്പെട്ടതുകൊണ്ട് അവർ ചെയ്തതാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മറിച്ച് അവർക്ക് അവരുടെ മേലുള്ള ചില ലേബലുകൾ മാറ്റിയെടുക്കാൻ അവരാഗ്രഹിക്കുന്നു. അവരുടെ ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് അവർ ചെയ്യുന്ന കാര്യങ്ങളാണ്. അവര് ഒരു ക്രിസ്ത്യൻ അലയൻസ് അവരാഗ്രഹിക്കുന്നുണ്ട് എന്ന് അവരുടെ പല പ്രസ്താവനകളിലും നിലപാടുകളിലും നമ്മൾ മനസ്സിലാകുന്നുണ്ട്. നമുക്ക് BJPയെ ഞങ്ങൾ ഒരിക്കലും തൊട്ടുകൂടാത്ത പാർട്ടിയായിട്ടോ എന്തോ ഭീകര പ്രസ്ഥാനമായിട്ടൊന്നും ഞങ്ങൾ ആരും കരുതുന്നില്ല. പക്ഷേ ഉത്തരേന്ത്യയിൽ ക്രൈസ്തവ മിഷണറിമാര് അനുഭവിക്കുന്ന പീഡനങ്ങൾ, വേദനകൾ, അവർക്ക് ഇപ്പോൾ ഇതുപോലൊരു ലോവിട്ടോ അല്ലെങ്കിൽ സിസ്റ്റേഴ്സിന് അവരുടെ ഉടുപ്പിട്ടോ നടക്കാൻ മേലാത്ത സാഹചര്യങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കതിൽ ദുഃഖമുണ്ട്. നമുക്ക് ജാർഖണ്ഡിൽ 2 സിസ്റ്റേഴ്സ് ഇവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ടു. കണ്ടമാനിലെ കലാപം, ഒറീസയിലെ പ്രതിസന്ധികൾ, ഇതെല്ലാം ഞങ്ങളെ ഭാരപ്പെടുത്തുന്നതാണ്. സംഘപരിവാർ ക്രൈസ്തവർക്ക് നേരെ നടന്ന അക്രമം ഉണ്ടല്ല, അത് നമ്മളെ പ്ലാൻബാനി പിതാവിനെ ഭയപ്പെടുത്തുന്നുണ്ട്, സങ്കടപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ആ സംഘപരിവാറിനെ നമ്മളെ പ്ലാൻബാനി പിതാവിന് ഒരുപാട് ഇഷ്ടവുമാണ്. ഒരു പ്രത്യേകതരം നിലപാടാണല്ലോ അച്ഛ. ഈ നിലപാട് അച്ഛൻ ഉണ്ടാകാൻ കാരണം ആ മടിയിലെ കനം തന്നെയായിരിക്കും അല്ലേ. പക്ഷെ നമ്മളെ പ്ലാൻബാനി പിതാവിനുണ്ടല്ല, ക്രൈസ്തവർക്ക് നേരെ സംഘപരിവാർ നടത്തുന്ന അക്രമത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു ഉഷാറില്ല, ഒരു എനർജി ഇല്ല അല്ലേ. പക്ഷേ ഉണ്ടല്ല, ലവ് ജിഹാദ്, നാർക്കോട്ടിക് ജിഹാദ് എന്നെല്ലാം പറയുമ്പോൾ നമ്മളെ പ്ലാൻബാനി പിതാവിന്റെ ആ ഉഷാറും ആ ഉന്മേഷം എല്ലാം കണ്ടിന, അതൊക്കെ ഒരു പ്രത്യേകതര ഉന്മേഷമായിരുന്നു അന്നൊക്കെ നമ്മളെ പ്ലാൻബാനി പിതാവിന്. ഇതെന്തോ വല്ലാതെ അങ്ങ് പേടിച്ച് വിറച്ചുകൊണ്ട് ക്രൈസ്തവർക്ക് നേരെ നടത്തുന്ന അക്രമത്തെ അപലപിക്കുകയും വേണം. പക്ഷെ സംഘപരിവാറിനെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഒരക്ഷരം മിണ്ടാനും പാടില്ല. ആ തരത്തിലുള്ള ഒരു സംസാരമായിപ്പോയി എന്റെ പ്ലാൻബാനി അച്ചായത്. ഈ സമയത്തും ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ വേണ്ടിട്ട് എങ്ങനെ പറ്റുന്നു എന്റെ പ്ലാൻബാനി പിതാവേ. എന്നിട്ടും ഈ സമയത്തും സംഘപരിവാറിനെ വിമർശിച്ചില്ലെങ്കിലും മുസ്ലിം മതത്തെ കുറ്റം പറയാൻ വേണ്ടി ഈ ഇന്റർവ്യൂവിൽ നമ്മളെ പ്ലാൻബാനി പിതാവ് നല്ലോണം സമയം കണ്ടെത്തുന്നുണ്ട്. നമുക്കന്നേരം നമ്മളെ പ്ലാൻബാനി പിതാവ് മുസ്ലിങ്ങളെ കുറിച്ച് പറഞ്ഞ ആ മനോഹരമായ വാക്കുകൾ കൂടി കേട്ടിട്ട് വരാം. ഈ പ്രണയവും സ്നേഹവും ഒക്കെ ചതിയായി ഉപയോഗിച്ചുകൊണ്ട് കുഞ്ഞുങ്ങളെ കൊണ്ടുപോവുകയും അവരെ മറ്റ് മയക്കുമരുന്നിന്റെ കാരിയേഴ്സായി മാറ്റുകയും അല്ലെങ്കിൽ 1-2 പിള്ളേർ ജനിച്ചു കഴിയുമ്പോൾ അവരെ ഒഴിവാക്കി വിടുകയും ചെയ്യുന്ന അത്തരത്തിലുള്ള ഒരു സമുദായത്തിന്റെ പ്രശ്നമായിട്ടൊന്നും ഞങ്ങൾ ആരും അതിനെ കരുതുന്നില്ല. അതേസമയം ചില സമുദായത്തിലെ ചില പ്രത്യേക ഐഡിയോളജിയും കൊണ്ട് നടക്കുന്ന ചില തീവ്രവാദ നിലപാടുകാർ ഈ പ്രണയത്തെ ഇതര മതങ്ങളെ തകർക്കാനും തളർത്താനുമുള്ള വഴിയായി കരുതുന്നു എന്ന സംശയം ഞങ്ങൾക്കുണ്ട്. അച്ഛൻ ആദ്യം തന്നെ പറഞ്ഞു ഞാൻ ഒരു മതത്തെയും കുറ്റം പറയുന്നില്ലാന്ന്. എന്നിട്ട് മയക്കുമരുന്നിന്റെ കാര്യമുണ്ടല്ല, ഒരു മതത്തിന്റെ മുകളിൽ കൊണ്ടുപോയി ഇടാൻ വേണ്ടി അച്ഛൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. എന്റെ അച്ഛൻ ഈ മയക്കുമരുന്നിന് പ്രത്യേകിച്ച് മതമൊന്നുമില്ല. ഈ അടുത്ത് കോടിക്കണക്കിന് രൂപയുടെ മയക്കുമരുന്നുമായി പിടിക്കപ്പെട്ടത് ഒരു ക്രൈസ്തവ നാമധാരിയാണ്. അതൊക്കെ വിട്, കൊച്ചിയുണ്ടല്ല, ഈ രാത്രികാലം നടക്കുന്ന പബ്ബുകളിലെ ആ പബ്ബുകളുടെ ഒക്കെ ഉടമകളുണ്ടല്ല ക്രൈസ്തവ നാമധാരികളാണ്. ആ പബ്ബുകളിലൊക്കെ എന്താണ് നടക്കുന്നത് അച്ഛനറിയോ? അതിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ മയക്കുമരുന്നും ഏറ്റവും കൂടുതൽ സ്ത്രീകളെ ദുരുപയോഗം ചെയ്യുന്ന പരിപാടിയില്ലേ, അതൊക്കെ ആ പബ്ബുകളിലാണ് നടക്കുന്നത്. ആ പബ്ബുകളുടെയൊക്കെ 99% ഉടമസ്ഥരുടെ നാമങ്ങളും ക്രൈസ്തവ നാമധാരികളാണ് എന്റെ പ്ലാൻബാനി അച്ചു. അതുകൊണ്ട് ഈ ഇടക്കിടക്ക് ഈ പുട്ടിന് പീരകേറ്റും പോലെ മുസ്ലിങ്ങളെ കുറ്റം പറയാൻ കാണിക്കുന്ന ആ ആർജവും ആ ഊർജവും ഉണ്ടല്ല, സംഘപരിവാറിനെതിരെ പറയാൻ കൂടി എന്റെ പ്ലാൻബാനി അച്ഛ ഇടക്കെങ്കിലും കാണിക്കണം കേട്ടോ. കഴിഞ്ഞിട്ടില്ല സംഘപരിവാറിനെതിരെ സംസാരിക്കേണ്ട ഈ വേളയിലും നമ്മളെ പ്ലാൻബാനി അച്ഛൻ മുസ്ലിങ്ങളെ കുറിച്ച് പറഞ്ഞ ആ മനോഹരമായ വാക്കുകൾ ഒന്നുകൂടി കേട്ടി വന്നല്ലോ. ചില സുപ്രധാന വകുപ്പുകൾ അത് ഏതെങ്കിലും ഒരു സമുദായത്തിൻ്റെതായി കൊണ്ടു നടക്കാതെ അവയെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ തന്നെ കൈകാര്യം ചെയ്യും. ഇപ്പം മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്ക് കുറെ കൂടി വിശാലമായ ഒരു ചിന്താ ഫ്രെയിംവർക്ക് അതിൽ ചെയ്യുവാണെങ്കിൽ കുറെ കൂടി നീതിനിഷ്ഠമായ കാര്യങ്ങൾ നടപ്പിലാകും എന്നാണ് വസ്തുത. എന്ന് പറഞ്ഞാൽ ഇപ്പൊ കോൺഗ്രസ്, മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് അല്ലെങ്കിൽ CPM, അവര് പ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്യുമ്പോൾ കുറെ കൂടി പക്ഷപാതരഹിതമായി കാര്യങ്ങൾ പോകാറുണ്ട്. ചില വകുപ്പുകൾ ചില മുന്നണിയിലെ ചില ഘടകകക്ഷികൾ കൈകാര്യം ചെയ്യുമ്പോൾ നീതി കിട്ടുന്നില്ല എന്ന തോന്നല് ക്രൈസ്തവർക്ക് ചിലപ്പോൾ ഉണ്ടാകാറുണ്ട്. അത് UDF-നോട് പ്രത്യേകിച്ചും പിതാവ് ഉദ്ദേശിച്ചത് UDF വരുമ്പോൾ മുസ്ലിം ലീഗിനാണ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് പോവുക എന്നുള്ള പ്രൊമൈസസിലാണ്. ഞാൻ പ്രത്യേകിച്ച് ഇല്ല, ഞാനത് കുറച്ചുകൂടി ക്ലാരിറ്റിക്ക് വേണ്ടി പറഞ്ഞതാണ്.
എന്റെ പ്ലാമ്പാനി അച്ഛ, നിങ്ങൾ എങ്ങനെയൊക്കെ വളഞ്ഞു മൂക്ക് പിടിച്ചാലും നിങ്ങൾ മുസ്ലിം സമുദായത്തെയാണ് കുറ്റം പറയുന്നത് മനസ്സിലാകാനുള്ള ബുദ്ധിയൊക്കെ കേരളക്കാർക്കുണ്ട്. കാരണം നിങ്ങൾ ഉദ്ദേശിക്കുന്ന അത്ര പൊട്ടന്മാരൊന്നല്ല കേട്ടോ മലയാളികൾ. ആ ഇന്റർവ്യൂ നടന്ന പെൺകുട്ടിക്ക് വരെ മനസ്സിലായി അച്ഛന്റെ മനസ്സിരിപ്പ് എന്താണ്, അച്ഛന്റെ ഉദ്ദേശം എന്താണെന്ന്. മുസ്ലിങ്ങൾക്ക് വലിയ തോതിൽ പരിഗണന കൊടുക്കുന്നത് പറഞ്ഞാൽ നിങ്ങൾ തന്നെയുണ്ടല്ല. ക്രൈസ്തവർക്ക് പരിഗണന തന്നില്ലെങ്കിൽ ഇടതിനും വലതിനും വോട്ട് ചെയ്യില്ലാന്ന് എത്ര വട്ടം വിളിച്ചു പറഞ്ഞിട്ടുണ്ട് എന്റെ പ്ലാമ്പാനി പിതാവേ. ഉമ്മൻചാണ്ടിയും ആന്റണിയും ഒരുപാട് കാലം മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്നത് ആരുടെ പ്രഷർ കൊണ്ടാണെന്ന് ഇവിടുത്തെ കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാം എന്റെ പ്ലാമ്പാനി പിതാവേ. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുമ്പോ എല്ലാം ഓക്കെ, മറ്റുള്ളവർ ചെയ്യുമ്പോൾ അയ്യേ അത് വളരെ മോശം. ആ പരിപാടി അത്ര നല്ലതല്ല കേട്ടാ. നമുക്കിനി പ്ലാമ്പാനി പിതാവ് അവസാനമായിട്ട് BJPക്കെതിരെ ആഞ്ഞടിക്കുന്നതല്ല, ആഞ്ഞടിക്കാതെ പറയുന്ന ആ കുറച്ച് വാക്കുകൾ കൂടി കേൾക്കാം. നമ്മൾ LDFകാർക്കും UDFകാർക്കും ഒരുപോലെ ആക്സസിബിൾ ആയ ഒരു കമ്മ്യൂണിറ്റിയായി ഇപ്പോൾ BJPക്കാർക്കും. നമ്മളെവിടെയെങ്കിലും ഏതെങ്കിലും പൊളിറ്റിക്കൽ അലീജിയൻസിൽ പെട്ടവരായിരുന്നേ അത് നടക്കില്ല. അതാണ് അതിൻ്റെ ഗുണകരമായത്. ഇവരെ എല്ലാവർക്കും സമീപിക്കാവുന്ന ഒരു സമൂഹം, ആർക്കും പ്രത്യേകിച്ച് വെറുപ്പൊന്നുമില്ലാത്തൊരു സമൂഹമായി നിലകൊള്ളാൻ പറ്റും. ദോഷം എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നിങ്ങളെപ്പോലുള്ള കുറച്ച് പിതാക്കന്മാരാണ് ദോഷം ചെയ്യുന്നത് ക്രൈസ്തവർക്ക് വേണ്ടി. എന്റെ പിതാവേ, ഈ വീഡിയോയിൽ വരെ നിങ്ങൾ പറയുന്നുണ്ട് BJP ആയിട്ട് ക്രൈസ്തവർക്ക് യാതൊരു കുഴപ്പമില്ല, ക്രൈസ്തവരോട് BJPക്ക് യാതൊരു കുഴപ്പമില്ല എന്ന്. എന്റെ പിതാവേ, ഉത്തരേന്ത്യയിലായാലും ശരി, ഇപ്പൊ പാലക്കാടായാലും ശരി, ആരൊക്കെയാണ് ക്രൈസ്തവർക്ക് നേരെ കാണിച്ചു കൂട്ടുന്നത് കാണുമ്പോൾ ആർക്കാണ് ക്രൈസ്തവരോട് വിരോധം എന്ന് ശരിക്കും എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. അതായത് ഇത്രമാത്രം കൊണ്ടിട്ടും കണ്ടിട്ടും പഠിക്കാത്ത പിതാവേ, താങ്കളോട് ഞാൻ എന്താണ് ഇതിനൊക്കെ പറയുക? ഈ ക്രിസ്തുമസിന്റെ സമയത്തും ഉത്തരേന്ത്യയിലായാലും ശരി, കേരളത്തിലായാലും ശരി, ക്രൈസ്തവർക്ക് നേരെ സംഘപരിവാർ അക്രമം നടത്തുമ്പോൾ ആ സമയത്തും വന്നിട്ട് ഒരക്ഷരം സംഘപരിവാറിനെതിരെ സംസാരിക്കാതിരിക്കാൻ നോക്കുന്ന താങ്കളുടെ ആ മനസ്സുണ്ടല്ല, ആ മനസ്സിനെ ഞാൻ നമിച്ചിരിക്കുന്നു പിതാവേ. എന്നിട്ട് ഈ സമയത്തും സംഘപരിവാറിനെതിരെ ഒരക്ഷരം മിണ്ടാതിരിക്കുന്ന ഈ സമയത്തും താങ്കൾക്ക് മറ്റു മതത്തോടുള്ള ആ ദേഷ്യം ഉണ്ടല്ല, ആ ദേഷ്യം കൃത്യമായിട്ട് കാണിക്കുന്ന താങ്കളോട് എനിക്കിട്ടല്ല ഈപ്പച്ചൻ പറഞ്ഞതേ പറയാനുള്ളൂ, പുച്ഛമാണ് തിരുമേനി, പുച്ഛം. അപ്പൊ ഒരിക്കലും പഠിക്കാതെ എന്തൊക്കെ സംഭവിച്ചാലും റബ്ബറിന് വില കൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സന്തുഷ്ടരാണ്. നമ്മൾ BJPക്ക് കുത്തുന്നു പറഞ്ഞ ഈ പ്ലാമ്പാനി പിതാവിനും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.